അതുകൊണ്ട് ഉദ്ധവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയേണ്ടത് മനസ്സാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന്. അങ്ങനെ മനസ്സാണ് സുഖദുഃഖങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് പറയാൻ വേണ്ടിയിട്ട് ഭഗവാൻ ഒരു ഭിക്ഷുവിന്റെ കഥ പറയാണ്, ഒരു ബ്രാഹ്മണന്റെ കഥ. മഹാപിശുക്കനായ ബ്രാഹ്മണൻ, ഭാര്യയ്ക്കും മക്കൾക്കൊന്നും കൊടുക്കില്ലേ വേണ്ട വിധത്തിൽ. ഒരു ദിവസം ഭാര്യയും മക്കളും കൂടി അടിച്ച് ഇയാളെ പുറത്താക്കി. ആ സമയത്ത് ഇയാളുടെ സമ്പത്തൊക്കെ അവർ തട്ടിയെടുത്തു. ഇയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ചു, ഈ ബ്രാഹ്മണൻ. അങ്ങനെ ആത്മഹത്യ ചെയ്യാൻ പോകുന്ന സമയത്ത് ഒരു ക്ഷേത്രത്തിന്റെ അടുത്തുകൂടിയാണ് പോയത്. അപ്പൊ അവിടെ ഭാഗവത സപ്താഹം നടക്കുന്നുണ്ട്. അപ്പൊ അയാൾക്ക് തോന്നി ശാപ്പാട് കഴിച്ചിട്ട് പോവാന്ന്. അങ്ങനെ ശാപ്പാട് കഴിച്ചിട്ട് മരിച്ചു കഴിഞ്ഞാൽ അത്രയും ദുഃഖം കഴിഞ്ഞല്ലോ. അവിടെ കയറിയപ്പോഴാണ് ഈശ്വരൻ നമ്മുടെ കൂടെയുണ്ടെന്നും ഭഗവാനെ മറന്ന് ജീവിക്കുന്നതാണ് ഏറ്റവും വലിയ ആത്മഹത്യയെന്നും ഇതൊക്കെ അയാൾ കേൾക്കാൻ ഇടവന്നപ്പോൾ അയാൾക്ക് തോന്നി, അയ്യയ്യേ, ഞാനൊരു ഭീരുവെ പോലെ നശിക്കേ. അദ്ദേഹം ഒരു ആശ്രമത്തിലേക്ക് പോന്നു. അവിടെ ഒരു ഗുരുനാഥനെ കണ്ടെത്തി ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് കഠിനമായി തപസ് ചെയ്ത് തന്റെ ആത്മസത്തയിലേക്ക്, ഈശ്വര ചൈതന്യത്തിലേക്ക് മനസ്സിനെ ഉയർത്തി. അദ്ദേഹത്തിന് പിന്നെ ദുഃഖങ്ങളൊന്നുമില്ല, പരമാനന്ദം, പരമസന്തോഷം, നല്ല ആവേശവും. അദ്ദേഹം ഒരു കമണ്ടലോ ഒരു വടിയായിട്ട്, പ്രായമായി അദ്ദേഹത്തിന് 70 വയസ്സായി, ഇറങ്ങി ഇങ്ങനെ നടക്കുകയാണ് ഭിക്ഷാടനത്തിന്. എന്താ കിട്ടിയെച്ചാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ കുഴപ്പമില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ഗ്രാമത്തിലെത്തിയപ്പോ, പട്ടണത്തിലെത്തിയപ്പോ ഇദ്ദേഹത്തെ കള്ളനാണെന്ന് തെറ്റിദ്ധരിച്ച് അവിടുത്തെ ആളുകൾ ഇയാളെ പിടിച്ചു കെട്ടി തല്ലാൻ തുടങ്ങി. കൂടെ ശിഷ്യന്മാരുടെ അവർ പറയേ ഉപദ്രവിക്കരുത്, അവരെയൊക്കെ തല്ലി ഓടിച്ചു. എന്നിട്ട് ഇദ്ദേഹത്തിന് കൈയും കാലൊക്കെ തകർത്തങ്ങോട്ട്. പക്ഷെ എല്ലൊന്നും ഒടിച്ചില്ല എന്ന് മാത്രം. കുറെ കഴിഞ്ഞ് ഒരാൾ വന്ന് കെട്ടഴിച്ചു വിട്ടു. വീണ്ടും ഇയാള് മറ്റൊരു ദിക്കിലേക്ക് പോകുമ്പം ഇയാളെ കളിയാക്കാൻ വേണ്ടിയിട്ട് കുറെ കളിച്ചുകൊണ്ട് നടക്കുന്ന കുട്ടികൾ ഇയാളൊരു ഭ്രാന്തനാണെന്ന് വിചാരിച്ചിട്ട് ഇയാളുടെ കമണ്ടലൂല് തുപ്പാൻ തുടങ്ങി. ഒരു കുട്ടി മൂത്രം ഒഴിച്ചു വെച്ചു, ഒരു കുട്ടി എന്തോ വൃത്തികേടുകളൊക്കെ വലിച്ചെറിഞ്ഞു. ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇയാളെ ദ്രോഹിക്കുന്നു ആളുകൾ. അപ്പൊ ഒരു ദിവസം ശിഷ്യൻ ചോദിക്കുകയാണ്, എന്താ ഇങ്ങനെയൊക്കെ ദ്രോഹിച്ചിട്ടും അങ്ങ് അല്പം പോലും പ്രതികരിക്കാതെ ശാന്തനായിട്ടിരുന്നത്? അപ്പൊ ഇദ്ദേഹം മറുപടി പറയുന്നു. 23-ാം അധ്യായത്തിൽ ഭിക്ഷുഗീതം എന്ന് പറയുന്ന ഒരു ഗീതത്തെ ഇവിടെ ഭഗവാൻ നമുക്ക് കാണിച്ചു തരികയാണ്. ആ ഭിക്ഷു പറയാണ്, നായം ജനോമേ സുഖദുഃഖഹേതു ന ദേവതാത്മാ ഗൃഹകർമ്മകാല മനഃപരം കാരണമാമനന്തി സംസാരചക്രം പരിവർത്തയേയത് അയം ജനോമേ സുഖദുഃഖഹേതു ന. ഈ ജനങ്ങളൊന്നുമല്ല എന്റെ ദുഃഖത്തിനും സുഖത്തിനും കാരണം. എന്നാൽ ഗ്രഹദോഷമാണോ? രാഹുദോഷം, ചൊവ്വാദോഷം, ശനിദോഷം, അങ്ങനെ വല്ലതും? ന, അതുമല്ല. എന്നാ പിന്നെ ദൈവനിശ്ചയാണോ? അതുമല്ല. എന്നാ പിന്നെ വിധി? അതുമല്ല. പിന്നെ ആരാണ് അങ്ങയുടെ ദുഃഖത്തിന് കാരണം? മനഃപരം കാരണമാമനന്തി, എന്റെ തന്നെ മനസ്സാണ്. ഈ വിവേകത്തിലേക്ക് വരുന്നാൽ പിന്നെ നിങ്ങൾ രാഹുദോഷ പൂജയൊന്നും ചെയ്യണ്ട. മനസ്സാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നത്, അല്ലാതെ രാഹുവും കേതുവൊന്നും അല്ല എന്നാണ് ഭാഗവതം പറയുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ മനസ്സിനെ മനസ്സിലാക്കി ജീവിക്കുന്നു. ആരൊക്കെ എന്റെ മനസ്സിനെ എന്റെ ശരീരത്തെ ദ്രോഹിച്ചാലും മനസ്സുകൊണ്ട് ഞാൻ തളരാൻ തയ്യാറില്ല. അതുകൊണ്ട് എന്റെ ശ്രദ്ധ മുഴുവൻ എന്തിലാണ്? ദാനം സ്വധർമ്മോ നിയമോ യമശ്ചാശ്രുതം ച കർമാണി ച സൽവ്രതാനി സർവേ മനോനിഗ്രഹലക്ഷണാന്ത പരോഹി യോഗോ മനസ്സമാധി. ഞാൻ അമ്പലത്തിൽ പോകുന്നതും നാരായണീയം വായിക്കുന്നതും ഭാഗവതം വായിക്കുന്നതും അന്നദാനം ചെയ്യുന്നതും തീർത്ഥാടനം ചെയ്യുന്നതും എല്ലാം എന്റെ മനസ്സിനെ ഉയർത്താൻ വേണ്ടി മാത്രം, എന്റെ മനസ്സ് നേരെയാവാൻ വേണ്ടി മാത്രം. ഇത് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്ന് ഉദ്ധവർക്ക് പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, ഉദ്ധവരെ ഇങ്ങനെ ജീവിക്കണമെന്ന്. അപ്പൊ ഭഗവാനോട് ചോദിക്കുകയാണ്, എങ്ങനെ ആ മനസ്സിനെ നേരെയാക്കാം? അതിന് ഭഗവാൻ വിവിധ മാർഗങ്ങൾ പറഞ്ഞു കൊടുത്തു. പൂജ ചെയ്യൂ, അമ്പലത്തിൽ പോവൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവസാനം ഉദ്ധവർ ചോദിക്കുകയാണ്, ഭഗവാനെ ഇനി പറഞ്ഞു തരൂ, എന്താണ് വാസ്തവത്തിൽ ഞാൻ ചെയ്യേണ്ടത്? അങ്ങ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞെങ്കിലും അതൊക്കെ ഒന്ന് സംക്ഷിപ്തമായി പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോ 29-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കണോ ഭഗവാൻ. അവിടെ പറഞ്ഞു, ഉദ്ധവരെ ആദ്യം ചെയ്യേണ്ടത് 2 കാര്യങ്ങൾ ഉറപ്പിച്ച് ജീവിക്കുക. എന്ത് ചെയ്യുന്നതും സന്തോഷത്തോടുകൂടി പ്രേമത്തോടുകൂടി ചെയ്യുക. വെറുത്ത മനസ്സോടുകൂടി ഒന്നും ചെയ്യാതിരിക്കുക. പരാതികളില്ലാതെ എന്തും ചെയ്യുക. സന്തോഷമായിട്ട് പുഞ്ചിരിയോടുകൂടിയിട്ട് ജീവിതം കൊണ്ടു നടക്കുക. 2, ഏതനുഭവങ്ങൾ വരുമ്പോഴും നല്ലതാവട്ടെ ചീത്തതാവട്ടെ മനസ്സിൽ പറയുക, ഭഗവാൻ നിശ്ചയിച്ചിരിക്കുന്നു, ഇത് ഞാൻ സ്വീകരിക്കുന്നു. ഭഗവാനെ അങ്ങയ്ക്കറിയാം എനിക്ക് എന്താ വേണ്ടത് എന്നുള്ളത്. അതൊരു പക്ഷേ എനിക്ക് നല്ലതിനായിരിക്കാം. ഏതാ നല്ലതിനല്ല എന്ന് പറയാൻ പറ്റുക? ഏതും നല്ലതിനാവാൻ ചീത്തതിനാവാം. ജാപ്പാനിൽ ഒരിക്കൽ ഒരു കുതിര
കുതിരയെ ഓടിച്ച് പഠിപ്പിക്കുന്ന ഒരു കുടുംബം താമസിച്ചിരുന്നു. അന്ന് കുതിര ഹോഴ്സ് റൈഡിങ് അതാണല്ലോ വലിയൊരു കാലം. പഴയ കാലത്ത് അതായിരുന്നല്ലോ. അപ്പൊ ഇയാൾ ആളുകളെ ഇന്ന് ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന പോലെ കുതിരയെ ഓടിപ്പിക്കാൻ പഠിപ്പിക്കും. അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. ഭാര്യ മരിച്ചും പോയി. ഇങ്ങനെ അതിൽ നിന്ന് കിട്ടുന്ന പണം കൊണ്ട് അദ്ദേഹം ജീവിക്കുകയാണ്. ഒരിക്കൽ ഇദ്ദേഹത്തിന്റെ കുതിര അദ്ദേഹത്തിന് നഷ്ടപ്പെടുകയാണ്. ആളുകളൊക്കെ പറഞ്ഞു, കഷ്ടം, അങ്ങേക്ക് ഒരു കുതിരയല്ലേ ഉള്ളൂ, ഇനിയിപ്പോൾ അങ്ങ് എങ്ങനെയാ ജീവിക്കുക, അങ്ങയുടെ വിധി, അങ്ങയുടെ കഷ്ടകാലം, ഈശ്വരൻ ഇങ്ങനെ അങ്ങേക്കൊരു പരീക്ഷണം തരും ഞങ്ങൾ പോലും വിചാരിച്ചില്ല, അങ്ങയുടെ ദുരന്തം ദുരിതം എന്നൊക്കെ പറഞ്ഞ് ഇരുന്നപ്പോൾ ഇദ്ദേഹം വളരെ സന്തോഷത്തോട് പറയാണ്, ആരും കണ്ടു ഇത് നല്ലതിനല്ല എന്നുള്ളത്. നിങ്ങൾക്ക് എന്തിനാ അത്രയൊക്കെ വിഷമിക്കുന്നത്? എനിക്ക് വിഷമവുമില്ല. ഒരുപക്ഷെ എന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടായിരിക്കും ഈശ്വരൻ അതിനെ കൊണ്ടുപോയതെന്ന്. അത് കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോണ്ട് ആ നഷ്ടപ്പെട്ടു പോയ കുതിര 3 കുതിരകളെയും കൊണ്ടുവരുന്നു. അതൊരു പെൺകുതിരയായിരുന്നു നഷ്ടപ്പെട്ടു പോയതേ. കൂടെ വന്നത് 3 ആൺകുതിരകളും. അപ്പോ ആ കുതിരകളൊക്കെ ഇയാളെ പിടിച്ചു കെട്ടി, കാട്ടിലുള്ള കുതിരകളാണ്, എങ്ങനെയോ വളർന്നുപോയത് വഴി തെറ്റിയിട്ട്, എങ്ങനെയൊക്കെ ഇയാൾ അതിനെ പിടിച്ചു കെട്ടി. അങ്ങനെ അത് കണ്ടപ്പോഴേക്കും ആളുകളൊക്കെ ഇയാളുടെ വീട്ടിൽ വരാൻ തുടങ്ങി. നിങ്ങളെപ്പോലെ ഭാഗ്യം ചെയ്തവർ ലോകത്തിലുണ്ടാവില്ല. ഒരു കുതിര നഷ്ടപ്പെട്ടു, 3 കുതിര, എത്ര ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള കുതിരകൾ, ഹായ് ഭാഗ്യം ഭാഗ്യം എന്ന്. ഉടനെ അദ്ദേഹം പറയാണ്, ആര് കണ്ടു ഇതെന്റെ കഷ്ടകാലത്തിനാവില്ല എന്നുള്ളത്? ഞാൻ വിചാരിക്കില്ല ഇത് നല്ല കാലത്തിനൊന്നാവുന്നു പറഞ്ഞ് ആ കുതിരകളിങ്ങനെ അയാൾ പഠിപ്പിക്കുകയാണ്. മെരുക്കണോ തന്നല്ലേ, അതിന് കുറെ ട്രെയിനിങ് കൊടുക്കണം. ഒരു ദിവസം മകനോട് കുതിരയെ അഴിച്ചു കെട്ടാൻ പറഞ്ഞപ്പോ ഇവൻ കുതിരയെ അഴിച്ചു കെട്ടാൻ പോയതാ. കുതിര ഒരൊറ്റ വീശലിന് ഇവനെ തെറിപ്പിച്ച് കളഞ്ഞു. ഒരു പാറപ്പുറത്ത് വീണ് ഇവന്റെ കാലൊക്കെ ഒടിഞ്ഞു ചതഞ്ഞു. അന്ന് ആളുകൾ വീണ്ടും വന്നു. കഷ്ടം, ഭാര്യ നഷ്ടപ്പെട്ടു, ഒരു മകന്റെ കാലൊടിഞ്ഞു, ഇനി എന്ത് ജീവിതമാണ്, അങ്ങയുടെ ജീവിതം വല്ലാത്തൊരു വിധി. കാരണം ഈശ്വരൻ ഇങ്ങനെയൊക്കെ ഒരു കഷ്ടപ്പാട് അങ്ങേക്ക് തന്നുവല്ലോ, ദുരിതമായിപ്പോയല്ലോ. ഇദ്ദേഹം പറഞ്ഞു, നിങ്ങളെന്തിനാ ടെൻഷൻ എടുക്കണത്? ആര് കണ്ടു നല്ലതിനല്ല എന്നുള്ളത്? ഞാൻ അതിലൊന്നും ദുഃഖിക്കുന്നില്ല. എന്താണോ തലയിൽ എഴുതിയത് അത് വരട്ടെ, ഞാൻ അതിനെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞ് അധിക ദിവസം വേണ്ടി വന്നില്ല. ജാപ്പാനിൽ നിർബന്ധിത സൈന്യസേവനം ഗവൺമെന്റ് ഡിക്ലെയർ ചെയ്തു. എവിടെ 14 വയസ്സിന് മുകളിൽ ആൺകുട്ടികളുണ്ടോ അവരൊക്കെ നിർബന്ധമായി മിലിറ്ററിയിൽ ചേർന്നിരിക്കണം. ചേർത്തിരിക്കണം. ഇന്നിപ്പോ ചേരാൻ വേണ്ടി ഓടുന്ന ആൾക്കാർ അന്ന് വീട്ടിൽ പോയി പിടിച്ചു കൊണ്ടുപോകലാണ് മിലിറ്ററിയിലേക്ക്. വേൾഡ് വാർ നടക്കുന്ന സമയമാണത്. അങ്ങനെ ഓരോ വീട്ടിൽ പോയിട്ട് കുട്ടികളെ പിടിച്ചുകൊണ്ടുപോകുമ്പോൾ അച്ഛനും അമ്മയും മരിച്ചിട്ടേ ശവം പോലും കിട്ടില്ല. കരഞ്ഞും ആർത്തു ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ വന്നു മകനെ കൊണ്ടുപോകാൻ നോക്കുമ്പോൾ എല്ലൊടിഞ്ഞു കിടക്കുകയാണ്. ഇവനെ കൊണ്ടുപോയിട്ട് മിലിറ്ററിക്കാർക്ക് ചെലവാകുക എന്നല്ലാതെ അവർ വിട്ടു. അന്ന് വൈകുന്നേരം വലിയൊരു ജനാവലി ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കൂടിയിട്ട് പറയാണ്, അങ്ങയെപ്പോലെ ഭാഗ്യം ചെയ്ത ആള് ലോകത്തിനുണ്ടാവില്ല എന്ന്. എല്ലൊടിഞ്ഞ മകനെ അവർ കൊണ്ടുപോകാതിരുന്നില്ലേ എന്ന്. ഇതാണ് വാസ്തവം എന്ന് പറയുന്നത്. നല്ലത് ചിലപ്പോൾ ദുഃഖത്തിനായിരിക്കാം, ദുഃഖം നല്ലതിനായിരിക്കാം. ആർക്കറിയാം എന്തിനാണെന്നുള്ളത്? ഇതൊക്കെ ഭഗവത് പ്രസാദമായിട്ട് സ്വീകരിക്കാൻ സാധിച്ചാൽ ജീവിതം ധന്യമാക്കിക്കൂടെ എന്നാ ചോദിക്കുന്നത് എന്ന് പറഞ്ഞ് ഭഗവാൻ ഉദ്ധവരോട് പറയുന്നു, ഇതൊക്കെ ഒന്ന് ഉറച്ചു കിട്ടാൻ എന്ത് വേണം ഉദ്ധവരെ? ദേശാൻ പുണ്യാനാശ്രയേത ബൽഭക്തേ സാധുവിശ്രിതൻ ദേവാസുര മനുഷ്യേഷു മൽഭക്താചരിതാനിച്ച. തീർത്ഥാടനം ചെയ്യൂ, സത്സംഗങ്ങൾ ചെയ്യൂ, ഇതൊക്കെ വായിക്കൂ, പഠിക്കൂ. അങ്ങനെയൊക്കെ ഉദ്ധവരെ വളർന്ന് വികസിക്കാൻ, വലുതാവാൻ സാധിക്കും. അങ്ങനെ വലുതാവുന്ന സമയത്ത് അങ്ങേക്ക് ഉറപ്പിച്ചോളൂ നല്ലവണ്ണം, ഞാൻ എപ്പോഴും കൂടെയുണ്ട്, എല്ലാവരുടെയും കൂടെ ഞാനാണുള്ളത്. ആരെയും നിന്ദിക്കാനോ അപമാനിക്കാനോ ഒന്നും പോവണ്ട. മനസ്സുകൊണ്ട് ആദരിക്കുക. അങ്ങയുടെ ഉള്ളില് ഈ വികാസത്തിനൊക്കെ തടസ്സം സൃഷ്ടിക്കുന്നത് അങ്ങയുടെ തന്നെ അഹങ്കാരമാണെന്ന് തിരിച്ചറിയുക. ആ അഹങ്കാരം തീരാൻ എന്ത് വേണം? ഒറ്റ മാർഗേയുള്ളൂ. വിസൃജ്യ സ്മയമാനാൻ സ്വൻ ദൃശംവ്രീണാം ചൈഹികം പ്രണമേൽ ദണ്ഡവൽ ഭൂമോ ആശ്വചണ്ഡാളഗോകരം. അങ്ങനെ അങ്ങയുടെ അഹങ്കാരത്തെ തീർക്കാൻ ചണ്ഡാളനെ കാണുമ്പോ, അശ്വത്തെ കാണുമ്പോ, അതുപോലെ ഗോകരത്തെ കാണുമ്പോ പ്രണമേ ദണ്ഡവൽ ഭൂമോ എന്നാണ്. ഈ ഭൂമിയിൽ നീണ്ടു നിവർന്ന് നമസ്കരിക്കൂ എന്നാണ്. എന്ന് വെച്ചാൽ ഒരു കഴുത ഇങ്ങനെ നടന്നു പോകുന്നത് കാണുമ്പോൾ അവിടെ ഇറങ്ങി അങ്ങോട്ട് നമസ്കരിക്കണമെന്ന്. അല്ലെങ്കിൽ ഒരു ചണ്ഡാളനെ കാണുമ്പോൾ, അതായത് അങ്ങേയറ്റം അധപ്പതിച്ച് ജീവിതം നയിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമസ്കരിക്കാനാണ് പറയുന്നത്. ഒരു ബ്രാഹ്മണനെയോ ഈശ്വരനെയോ സന്യാസിയെയോ നമസ്കരിക്കാനല്ല ഉദ്ധവരോട് പറയുന്നത്. ഒരു ചണ്ഡാളനെ നമസ്കരിക്കാനാണ് പറയുന്നതെന്ന് വെച്ചാൽ അഹങ്കാരത്തെ സമർപ്പിക്കൂ ഉദ്ധവരെ. അത് തന്നെയാണ് വലുതാവാനുള്ള മാർഗം എന്ന് പറഞ്ഞുകൊടുത്ത് ആ ഉദ്ധവരെ ഭഗവാൻ ഉപദേശിച്ചു. ചോദിച്ചു, അഭി ഉദ്ധവ, ഏ ബ്രഹ്മസഖേ, ഇനി എന്താ അങ്ങക്ക് അറിയാനുള്ളത്?
അങ്ങയുടെ ജീവിതത്തിൽ വേണ്ടതൊക്കെ ഞാൻ പറഞ്ഞു തന്നില്ലേ എന്ന്. ഒരു നിമിഷം തന്റെ ഗുരുവായിട്ട് തന്റെ മുന്നിൽ നിൽക്കുന്ന ഗുരുവായൂരപ്പനെ കൈകൂപ്പി നമസ്കരിച്ച് ആ ഉദ്ധവര് ഭഗവാനോട് പറയാണ്, ഭഗവാനെ, ഇത്രയും നേരം അങ്ങയിൽ നിന്ന് കേട്ട ഉപദേശത്തിലൂടെ എന്നെ ബാധിച്ച ഏതൊരു ദുഃഖമാണോ, ഏതൊരു ഭയമാണോ, അതിന്റെ ചങ്ങല മുറിച്ചു കളയാൻ എനിക്ക് സാധിച്ചു. ഇപ്പോൾ എന്റെ കുടുംബത്തെ പോലും മറക്കാൻ എനിക്ക് സാധിക്കും. ആരും എനിക്കൊരു ബന്ധനമല്ലാന്ന് എനിക്ക് സാധിച്ചു. എനിക്ക് എങ്ങനെ സാധിച്ചു? വൃത്തശ്ചമേ സുദൃഢസ്നേഹപാശോ ദാശാർക്കവിഷ്ണന്തക സപ്തദേശു പ്രസാരിത സൃഷ്ടി വിവദ്ധയേ ത്വയാ സമായയാ ഹ്യാത്മവിബോധഹേതിന. എന്നിലുള്ള ഈശ്വര ചൈതന്യത്തെ അങ്ങ് കാണിച്ചു തരു വഴി, എന്റെ മനസ്സിനെ അതിലേക്ക് ഉയർത്താൻ എനിക്ക് സാധിക്കുകയുള്ളൂ എന്ന് കാണിച്ചു തരു വഴി എന്റെ എല്ലാ ബന്ധങ്ങളിൽ നിന്നും, ബന്ധനത്തിൽ നിന്നും മുക്തനാവാൻ എനിക്ക് സാധിച്ചു എന്ന് പറഞ്ഞ് ഭഗവാന്റെ മുന്നിൽ കൈകൂപ്പിക്കൊണ്ട് ആ പ്രിയനായിരിക്കുന്ന ഉദ്ധവര് അവസാനം ചോദിക്കുകയാണ്, പറയൂ ഭഗവാനെ, ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. ആ ഭഗവാനോട് ഒരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് അനുഗ്രഹം ചൊരിയാൻ പറഞ്ഞുകൊണ്ട് അവസാനം താൻ ചെയ്യേണ്ടതെന്താണെന്ന് കൂടി ചോദിച്ചുകൊണ്ട് പറയുന്നു, നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുശാധിമാം യഥാതച്ചരണാംബോജേ രതിസ്യാലനപായിനി. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുശാധിമാം യഥാതച്ചരണാംബോജേ രതിസ്യാലനപായിനി. അനപായിനി രതിസ്യാൽ ചരണാംബോജെ. അവിടുത്തെ പാതാരവിന്ദത്തിൽ നശിക്കാത്ത പ്രേമം തന്ന് അടിയനെ അനുഗ്രഹിച്ചാലും. നേരത്തെ തന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ ഉദ്ധവര് ഇപ്പോൾ ഭഗവാനോട് കൊണ്ടുപോകണമെന്നല്ല പറയണത്, ദൃഢമായ പ്രേമം തരൂ അങ്ങയിൽ. അച്യുതനെ പ്രേമിക്കാൻ എനിക്ക് സാധിക്കട്ടെ, മറക്കാതെ എന്റെ ജീവിതത്തിൽ വിസ്മരിക്കാതെ എന്നും പ്രേമത്തോടെ സ്മരിക്കാൻ എനിക്ക് സാധിക്കട്ടെ. ദൃഢമായ ഉറച്ച സ്മരണ എന്നിൽ ഉറക്കട്ടെ ഭഗവാനെ. ഇനി പറയൂ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അനുശാധിമാം, എന്നെ ഉപദേശിച്ചാലും. കാരുണ്യം ചൊരിഞ്ഞുകൊണ്ട് ഭഗവാൻ ഉദ്ധവരോട് അവസാനം നിർദ്ദേശിക്കുകയാണ്, ഉദ്ധവരെ, ആദ്യം ഈ രാജകീയ വസ്ത്രങ്ങളൊക്കെ അങ്ങോട്ട് അഴിച്ചിട്ടേക്കൂ. ഇനി അതിൻ്റെ ഒന്നും ആവശ്യമില്ല, കഴിഞ്ഞു അതിൻ്റെയൊക്കെ ആവശ്യം. എന്നിട്ട് ഇവിടെ നിന്നും ഉദ്ധവരെ. എങ്ങോട്ടാ ഭഗവാനെ പോകേണ്ടത്? നരനാരായണ ഋഷീശ്വരന്മാരുടെ തപസ്സുകൊണ്ട്, എന്റെ നിത്യസാന്നിധ്യം കൊണ്ട് പവിത്രമായ ധ്രുവൻ തുടങ്ങിയിട്ടുള്ള എത്രയോ മഹാത്മാക്കളുടെ തപസ്സുകൊണ്ട് പവിത്രീകരിക്കപ്പെട്ട ഭൂമിയാണ് ബദരികാശ്രമം. അവിടേക്ക് ഉദ്ധവരെ. അവിടെ ചെന്നിട്ടോ ഭഗവാൻ പറയുന്നു, അളകനന്ദ എന്ന് പറയുന്ന പവിത്രമായ നദിയിൽ ചെന്ന് കുളിച്ച് ദേഹം പരിശുദ്ധമാക്കി മനസ്സിനെ ശാന്തമാക്കി അവിടെ തപസ് ഉദ്ധവരെ. പോകുന്ന വഴിക്ക് ആരിൽ നിന്നും ഭക്ഷണം പോലും വാങ്ങിച്ചു പോരുത്, വെറും ഫലമൂലാദികൾ മാത്രം കഴിച്ചിട്ട് ഉദ്ധവരെ പോവുന്നതാണ്. എന്നിട്ടോ കടുത്ത തണുപ്പ് വരും, മഴ വരും, വെയിൽ വരും, അതൊക്കെ സഹിച്ചുകൊണ്ട് അവിടെ ഇരിക്കൂ. എന്നെ മാത്രം വിസ്മരിക്കരുത്, പ്രേമത്തോടെ എന്നെ സ്മരിക്കൂ, അങ്ങേക്ക് സൽഗതി വരും എന്ന് പറഞ്ഞേക്കുകയാണ്. ആ ഉദ്ധവര് 125 വർഷത്തെ സ്നേഹബന്ധം വിച്ഛേദിച്ചുകൊണ്ട് പോവുകയാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മനസ്സിന് പോവാൻ സാധിക്കുന്നില്ല. ഭഗവാന്റെ മുന്നിൽ വീണ്ടും വീണ്ടും കണ്ണുനീരുമായിട്ട് നോക്കി നിന്നപ്പോ ഭഗവാന് മനസ്സിലായി, ഉദ്ധവരിപ്പോ എന്നെ വെറും ഒരു ഈശ്വര സ്വരൂപമായിട്ടല്ല കാണുന്നത്, പരമഗുരുവായിട്ട് കാണുകയാണ്. തന്റെ ജീവിതത്തിന്റെ ദുഃഖങ്ങൾക്കൊക്കെ പരിഹാരം കണ്ടെത്താൻ താൻ സഹായിച്ചതുകൊണ്ട് ഉദ്ധവരിപ്പോ കാണുന്നത് മറ്റൊരു രീതിയിലാണ്. ഇനി ഈ ശിഷ്യനെ പറഞ്ഞയക്കണമെങ്കിൽ വിഷമം തന്നെയാണ്. ഭഗവാൻ തന്റെ പാദത്തിൽ കിടന്ന മെതിയടികൾ അഴിച്ചെടുത്ത് ആ ഉദ്ധവർക്ക് കൊടുക്കുന്നു. ഉദ്ധവർ ആ മെതിയടികൾ രണ്ടും ശിരസിൽ വെച്ചുകൊണ്ട് ഭഗവാനെ നമസ്കരിക്കുകയാണ്. വളരെ പ്രയാസകരമായ സ്നേഹബന്ധത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഉദ്ധവര് മെതിയടികൾ തലയിൽ വെച്ച് ഭഗവാനെ പ്രദക്ഷിണം ചെയ്തുകൊണ്ട് നമസ്കരിച്ച് അങ്ങനെ അവിടെ നിന്നും യാത്ര പറയുന്നു എന്ന് പറയുന്നു. സുദുസ്ത്യജ സ്നേഹ വിയോഗകാതരോ ന ശക്നുവൻസ്തം പരിഹാദമാതുര കൃശ്ചം യയോ മൂർധനിവർത്തപാതകേ വിഭ്രൻ നമസ്കൃത്യ യയോ പുനഃ. വീണ്ടും വീണ്ടും ഭഗവാനെ നമസ്കരിച്ച് ഉദ്ധവർ അവിടെ നിന്നും പോകുന്നു. അങ്ങനെ ഉദ്ധവരെ പറഞ്ഞയച്ചതിന് ശേഷം പിന്നീട് ഭഗവാൻ പറഞ്ഞ പ്രകാരം യദുക്കളെല്ലാം പ്രഭാസ തീരത്തിലേക്ക് വരികയാണ്. പ്രഭാസ തീരത്തിലേക്ക് വന്ന് ചേർന്ന യദുക്കള് ഭഗവാൻ പറഞ്ഞ പ്രകാരം തന്നെ സൽക്കർമ്മങ്ങൾ, സൽവിചാരങ്ങൾ, സച്ചിന്തങ്ങൾ, സത്പ്രവൃത്തികളൊക്കെ ചെയ്തു, ദാനം തുടങ്ങിയുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തു. സന്ധ്യാസമയമായപ്പോ എങ്ങനെയോ മദ്യം അവിടെ എത്തിച്ചേർന്നു.
അവരതങ്ങോട്ട് കഴിച്ചതും നാവിനും ബുദ്ധിക്കും ലൈസൻസ് ഇല്ലാതെ അവിടെ വെച്ച് ആ യാദവരിൽ പ്രമുഖനായ സാത്വികി കൃതവർമാവെന്ന് പറയുന്ന മറ്റൊരു മന്ത്രിയോട് പറയാണ്, നീ നന്ദികേട് കാണിച്ചതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിൽ അഭിമന്യു നമുക്ക് നഷ്ടപ്പെട്ടത്. യുദ്ധം കഴിഞ്ഞിട്ട് എത്രയോ കാലമായി, അതാ ഓർമ്മിപ്പിക്കുന്നത്. നീ ഇത്തിരി വിവേകത്തോടുകൂടി പ്രവർത്തിച്ചിരുന്നെങ്കിൽ അഭിമന്യുവിനെ നഷ്ടപ്പെടില്ലായിരുന്നു. ഇത് കേട്ടപ്പോ ആ കൃതവർമ്മ സാത്വികിയോട് പറയാണ്, അന്ന് നീ ചതി ചെയ്തതുകൊണ്ടാണ് ഭൂരിശ്രവസിന്റെ കൈവെട്ടിയിട്ട് രക്ഷപ്പെടുത്താതെ നീ അവന്റെ തല വെട്ടിക്കളഞ്ഞത്. അങ്ങനെ നന്ദിയില്ലാത്ത നീയാണോ എന്നെ യുദ്ധനീതി പഠിപ്പിക്കുന്നതെന്ന് അങ്ങോട്ടും. ഇത് കേട്ടപ്പോ സാത്വികിക്ക് സഹിച്ചില്ല. മദ്യത്തിന്റെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത്. വാളെടുത്തൊരൊറ്റ വെട്ട് കൃതവർമാവിന്റെ തലയ്ക്ക്. അപ്പോഴേക്കും അവിടെ അന്തകന്മാരും യദുക്കളും വേർതിരിഞ്ഞു. പിന്നീട് അന്തകന്മാര് ആദ്യം ഭഗവാന്റെ ഏറ്റവും മൂത്ത പുത്രനായ പ്രദ്യുമ്നന്റെ തലവെട്ടി. പിന്നെ അങ്ങോട്ട് ചേരി തിരിഞ്ഞ് ആയുധം കൊണ്ട് വെട്ട്. ആയുധങ്ങളൊന്നുമില്ലാത്തവർ കടൽ തീരത്ത് ഇരുമ്പുപൊടി അടിഞ്ഞ ആ എരകപ്പുല്ലുകൾ പറിച്ചെടുത്തായി വിട്ട്. ഇത് കണ്ടുകൊണ്ട് ബലരാമസ്വാമി ഓടി വന്നിട്ട് പറഞ്ഞു, കുട്ടികളെ നശിപ്പിക്കരുത്. ഇത്രയും കാലം നമ്മൾ ഒന്നിച്ചു നിന്നില്ലേ, സ്നേഹത്തോടുകൂടി നിന്നില്ലേ, തമ്മിൽ തല്ലി തകരാൻ എളുപ്പമാണ്. കൊല്ലരുത്. ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, മാറൂ എന്നൊക്കെ പറഞ്ഞ് ബഹളം വെച്ചു. ആ യദുക്കളും അന്തകന്മാരും ആ ബലരാമസ്വാമിയെ പിടിച്ചടിച്ചു എന്നാണ്. ബലരാമസ്വാമിക്ക് മനസ്സിലായി, ഇനി ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവർക്ക് വിവേകം നഷ്ടപ്പെട്ടിരിക്കണമെന്ന്. അവിടെ നിന്നും വേഗം പ്രഭാസ തീരത്തിലേക്ക് നടന്നകലുന്നു. ആ കടൽ തീരത്ത് ഭഗവാൻ പത്മാസനത്തിലിരുന്ന് തന്റെ അവസാന യാത്രയ്ക്ക് ഒരുക്കം കൂട്ടി. ആരോടും യാത്ര പറയാതെ, കൃഷ്ണനോട് പോലും യാത്ര പറയാതെ തന്റെ കണ്ണുകളെ അടച്ചുകൊണ്ട് ഭഗവത് സ്മരണം ചെയ്ത് ശരീരത്തെ വിട്ടു. കടൽ തിരമാലകളിൽ നിൽക്കുന്ന ഭഗവാന്റെ ബലരാമസ്വാമിയുടെ ശരീരം കണ്ടുകൊണ്ട് ഭഗവാൻ കൃഷ്ണൻ വരുന്നു. കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന യദുക്കളെ നോക്കാതെ പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ അവസാന യാത്രയ്ക്ക് തയ്യാറായി. ഭഗവാൻ പ്രഭാസ തീരത്തിനോടടുത്തുള്ള ആ കുറ്റിക്കാട്ടിലേക്ക് കയറുന്നു. അവിടെ രാൽവൃക്ഷ ചുവട്ടില് അസ്തമയ സൂര്യനെ നോക്കിക്കൊണ്ട്, കാർമേഘം നിറഞ്ഞിരിക്കുന്ന അന്തരീക്ഷത്തില് നീലനിറമായിരിക്കുന്ന കടലിനെ നോക്കിക്കൊണ്ട് കാർമേഘവർണ്ണനായ ഭഗവാൻ തന്റെ അന്ത്യയാത്രയ്ക്ക് ഒരുക്കം കൂട്ടി. ഭഗവാൻ അവസാന യാത്ര, ഈ ശരീരം ഉപേക്ഷിക്കുന്ന യാത്ര ചെയ്യുന്നത് പുഞ്ചിരിച്ചുകൊണ്ട് അങ്ങനെ ഇരിക്കുകയാണ്. അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ ഭഗവാന്റെ പാദത്തിൽ വന്ന് വീണപ്പോ ഒരു ഉറങ്ങിക്കിടക്കുന്ന മാനാണെന്ന് കരുതി അതാ ഒരു വേടൻ അവിടെ എത്തിച്ചേരുന്നു. അന്ന് ഇരുമ്പൊലക്കയുടെ അംശം ബാക്കിയായി അമ്പിനെ എടുത്ത് ഭഗവാന്റെ ശരീരത്തിന് നേരെ അസ്ത്രയുന്നു. ഭഗവാന്റെ പാദത്തിൽ ആ അമ്പ് തുളച്ചു കയറുന്ന സമയത്ത് പുഞ്ചിരിച്ചുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ ഭഗവാൻ നിന്നപ്പോ അവന് മനസ്സിലായി ഏതോ ഒരു യോഗീശ്വരനെയാണ് അമ്പ ചെയ്തത് എന്ന്. ചെന്ന് നോക്കുമ്പോ കാലിൽ അസ്ത്രമേറ്റ് രക്തം പോവുന്ന ഭഗവാന്റെ രൂപമാണ്. കണ്ടതും കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, മഹാനീചനായ ദുഷ്ടനായ ഈ ജന്മത്തിനെ ശപിക്ക് ഭഗവാനെ, എന്ത് ശിക്ഷ വന്നാലും ഞാനത് സ്വീകരിക്കാം. ഇത്രയും നന്ദികേട് ഞാൻ ചെയ്തു പോയല്ലോ, ഇത്രയും ഘോരപാപം ചെയ്തു പോയല്ലോ എന്നൊക്കെ പറഞ്ഞ് സ്വയം ശപിച്ച് ശിക്ഷിക്കാൻ പറയുമ്പോൾ ഭഗവാൻ രണ്ട് കൈകളെ കൊണ്ടും അവനെ എടുത്തുകൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു, പാപേചൊരേ ത്വം മുത്തിഷ്ഠ, നീ കരയരുത് ചൊരേ, നീ എണീക്ക് അവിടെ നിന്നും, എന്നിട്ട് നീ പോകൂ. എങ്ങോട്ടാ പോണ്ടത്? കാമയേഷ കൃതോഹിമേ യാഹിത്വമനുജ്ഞായ സ്വർഗം സുഹൃതിനാം പദം. സ്വർഗത്തിലേക്ക് സുഹൃതികൾ പോകുന്നത് പോലെ നീയും സ്വർഗത്തിലേക്ക് പോയാലൊന്ന്. തന്റെ ശരീരത്തിൽ അമ്പേൽപ്പിച്ചവനെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു കൃഷ്ണന്റെ രൂപം നമുക്കിവിടെ കാണാം. പറയാണ് പുഞ്ചിരിച്ചുകൊണ്ട്, നീ സ്വയം ശപിക്കരുത്, നീ എന്നെ അനുഗ്രഹിക്കുകയാണ് ചെയ്ത്. കാലം നിശ്ചയിച്ചിരിക്കുന്നു നിന്നിലൂടെ എന്റെ ശരീരം പോവണമെന്ന്, അതുകൊണ്ട് നീ ദുഃഖിക്കരുത് എന്ന് പറഞ്ഞയക്കണു. അങ്ങനെ സന്ധ്യാസമയം അടുത്തുകൊണ്ടിരിക്കണു. ഭഗവാന്റെ സാരഥിയായിട്ടുള്ള ദാരുകൻ ഭഗവാനെ നോക്കിക്കൊണ്ടുവരികയാണ്. യദുക്കളൊക്കെ തമ്മിൽ തല്ലി തകരണു. ഒരു വശത്ത് ഭഗവാന്റെ പത്നിമാര് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ട് ആകെ ദുഃഖിച്ച അവസരാവുന്നു. എല്ലാം കൊണ്ട് ബലരാമസ്വാമിയുടെ ശരീരം കടൽത്തിരമാലകൾ എടുത്ത് കൊണ്ടുപോകണു. ഇതെല്ലാം കണ്ടുകൊണ്ട് ദാരുകൻ വരുമ്പോ എവിടെയാണ് കൃഷ്ണൻ, എവിടെയാണ് ഭഗവാൻ? എങ്ങനെ നോക്കുമ്പോ അന്തരീക്ഷത്തിൽ തുളസിമാലയുടെ ഗന്ധം വന്നു എന്നാണ്. ആ ദിക്കിനെ നോക്കി ദാരുകൻ പോകുന്നു. കാണുന്ന കാഴ്ച ആ അസ്തമയ സൂര്യന്റെ കിരണങ്ങൾ തട്ടിക്കൊണ്ട് കാലിൽ നിന്നും രക്തം വാർന്നൊഴുകുന്ന ആ പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി കൃഷ്ണനെ കണ്ടതും ദാരുകന് സഹിച്ചില്ല. ഇത്രയും കാലം ഓജസ്സോടും തേജസ്സോടും കൂടി ഇരുന്ന ഭഗവാൻ ഇന്നിതാ അസ്ത്രമേറ്റ കാലോടുകൂടിയിരിക്കുന്നു.
മനസ്സിലായി ഭഗവാൻ യാത്ര തയ്യാറായിട്ടിരിക്കുകയാണെന്ന്. കാൽക്കൽ വീണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, ഭഗവാനെ, എത്ര വട്ടം അവിടുത്തെ തേര് ഞാൻ നയിച്ചിട്ടുണ്ട്, സാരഥിയിട്ടിരുന്നുണ്ട്, ഇന്നൊരു യാത്ര പോലും അങ്ങ് എന്നോട് പറയാതെ പോകുന്നുവല്ലോ, കുലമൊക്കെ തമ്മിൽ തകരുന്നത് കാണുമ്പോഴങ്ങ് രക്ഷിക്കുന്നില്ലല്ലോ, എന്നെ കൊണ്ടുപോകൂ ഭഗവാനെ, എനിക്ക് സൽഗതി തരൂ ഭഗവാനെ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞപേക്ഷിച്ചപ്പോ ഭഗവാൻ പറയും, ദാരുകൻ, അവിടുന്ന് എനിക്ക് ഇനിയും ഒരു സേവനം ചെയ്യണം. എത്രയും വേഗം ഉഗ്രസേന ചക്രവർത്തിയോട് പറയണം, ബലരാമസ്വാമി ശരീരം ഉപേക്ഷിച്ചു, കുലം തല്ലി തകർന്നിരിക്കുന്നു, അവിടെ നിന്നും വേഗം പോയിട്ടില്ല എങ്കിൽ ഈ ദ്വാരക മുഴുവൻ കടൽത്തരമാലകൾ എടുത്തുകൊണ്ട് പോകും എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, അർജുനൻ വരുന്ന സമയത്ത് അവിടുത്തെ സ്ത്രീകളെയൊക്കെ ഹസ്തിനപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ പറയണം. അങ്ങ് പോവൂ ദാരുകന്. അങ്ങനെ ദാരുകനെ യാത്രയാക്കുമ്പോൾ ഭഗവാൻ പറയും, ദാരുകൻ അവിടുന്ന് തന്നെ ആവട്ടെ ഈ ശരീരം ഉപേക്ഷിക്കാൻ എനിക്ക് അവസാനത്തെ സഹായി എന്നുള്ള പറഞ്ഞിട്ട്, ഇത്രയും കാലം എന്നെ സഹായിച്ച അവിടുന്ന് ഉപകാരം ചെയ്യൂ എന്ന് പറഞ്ഞിട്ട് അമ്പ് വലിച്ചെടുക്കാൻ പറയാണ്. ആ കാലിൽ തറച്ച അമ്പ് വലിച്ചെടുത്ത് ആ ദാരുകനെ പറഞ്ഞയക്കുമ്പോൾ ഭഗവാൻ തൻ്റെ ഈ ശരീരത്തിൻ്റെ യാത്ര ഉപസംഹരിപ്പിക്കുന്നു. സന്ധ്യാസമയത്ത് സൂര്യൻ അസ്തമിച്ചുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് ഭഗവാൻ പിതാമഹന്മാരെ സ്മരിക്കുന്നു. എന്ന് മാത്രമല്ല, ബ്രഹ്മാദി തുടങ്ങിയ ദേവന്മാരെ സ്മരിക്കുന്നു. എന്നിട്ട് ആ സ്മരണയിലിരിക്കുന്ന ഭഗവാൻ അവിടെ വെച്ച് എല്ലാവരെയും സ്മരിച്ചുകൊണ്ട് തൻ്റെ കാരുണ്യാമൃതം വർഷിച്ച കർണുകൾ അവിടെ വെച്ച് അടയ്ക്കുകയാണ്. അങ്ങനെ പത്മനേത്രേ നിമേലയൽ, പത്മനേത്രം അടച്ചുകൊണ്ട് എപ്രകാരമാണോ അന്തരീക്ഷത്തിൽ ഒരു മിന്നൽ പിണര് വന്നു പോകുന്നത് പോലെ ഭഗവാന്റെ ശരീരം കത്തി ഭസ്മമാക്കി കളഞ്ഞു വരികയാണ്. ആ ഭസ്മം പോലും അന്തരീക്ഷത്തിൽ ലയിച്ചു പോയി. അങ്ങനെ 125 വർഷത്തിന്റെ അവതാരലികൾ അവിടെ പൂർത്തിയാക്കണം ഭഗവാൻ. അങ്ങനെ ഭഗവാൻ തന്റെ എല്ലാ തേജസ്സും ഓജസ്സും ഭാഗവതത്തിലേക്ക് പകർന്നുകൊടുത്ത് ഈ ഭാരത മണ്ണിൽ നിന്നും സ്ഥൂല ശരീരത്തെ ഉപേക്ഷിച്ചു എന്ന് ഭാഗവതം പറഞ്ഞ് ഉപസംഹരിപ്പിക്കുന്നു. അതിനുശേഷം പിന്നീട് കലിയുഗ വർണ്ണനയാണ് 12ാം സ്കന്ധത്തിൽ ആരംഭിക്കുന്നത്. ആ 12ാം സ്കന്ധം പറയുന്നു, കലികാലത്തിൽ ആളുകൾ എങ്ങനെയൊക്കെയാണ് ജീവിക്കുകയാണ്. ആണുങ്ങളൊക്കെ പെണ്ണുങ്ങളെപ്പോലെ ജീവിക്കും, പെണ്ണുങ്ങളൊക്കെ ആണുങ്ങളെപ്പോലെ ജീവിക്കും. അത് സത്യമാണ്. ഇന്ന് ആണുങ്ങളുടെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ ചുരിദാറാണോ സംശയം വരും. പെൺകുട്ടികളുടെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ എന്താണെന്നുള്ളത് അറിയുന്നില്ല. അത്രത്തോളം കാലം മാറിക്കഴിഞ്ഞു പ്രിയണം. അപ്പൊ അങ്ങനെ കാലം മാറും, കോലം മാറും, എല്ലാം മാറും. പിന്നെ ഈ കാലത്ത് എന്തൊക്കെ നമ്മൾ കാണുന്നു അതൊക്കെ അന്ന് എഴുതി വെച്ചിരിക്കുന്നു വ്യാസര്. സൗകര്യം കിട്ടുമ്പോൾ 1ാമത്തെ അധ്യായം എടുത്തു വായിക്കണം. ഇന്ന് കാണുന്നതൊക്കെ 2 കാര്യങ്ങളിലായിരിക്കും ആളുകൾക്ക് കൂടുതൽ താല്പര്യം. ഒന്ന് പണം, 2 അതുകൊണ്ട് സുഖഭോഗങ്ങൾ എത്ര ഉണ്ടാക്കാൻ പറ്റൂ അത്. മനുഷ്യ സ്നേഹം, അതുപോലെ തന്നെ ആരോഗ്യം, അതുപോലെ ആരോഗ്യമുള്ള മനസ്സ്, അതൊന്നും ആദ്യകാലത്തിൽ ശ്രദ്ധിക്കില്ല. എല്ലാ താളവും തെറ്റിയിട്ടാണ് അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ വരുള്ളൂ. അപ്പോഴേക്കും എല്ലാം കുഴിയിലായിട്ടുണ്ടാവും. അങ്ങനെയൊക്കെ ജീവിതം നശിപ്പിക്കുന്നതിന് മുമ്പ് ഈ കലികാലം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്, ഏറ്റവും വലിയ ശക്തി, ഏറ്റവും വലിയ സമ്പത്ത് ഭക്തിയായി തീരണം. അതുകൊണ്ട് കലോ കേശവ കീർത്തനം, പ്രേമത്തോടുകൂടിയിട്ടുള്ള ഭഗവത് കീർത്തനം അതൊരിക്കലും വിട്ടുപോവാതെ കൊണ്ടു നടക്കണം. ബാക്കി എന്തെല്ലാം പോയാലും ഭഗവത് സ്മരണം നമുക്ക് ശക്തിയും ഓജസ്സും തേജസ്സും ധൈര്യവും തരുമെന്ന് ഈ വർണ്ണനയിലൂടെ പറഞ്ഞ് പിന്നീട് നമുക്ക് കാണിച്ചു തരുന്നത് കാലവർണ്ണനയാണ്. 4 പ്രളയവർണ്ണന എന്ന് പറയും. 4 പ്രളയങ്ങളെക്കുറിച്ച് പറയുകയാണ്. നിത്യപ്രളയം, നൈമിത്തിക പ്രളയം, അതുപോലെ പ്രാകൃത പ്രളയം, ആത്യന്തിക പ്രളയം. നമ്മൾ ഓരോ നിമിഷവും കാലത്തിന്റെ പ്രളയത്തിലെ, പ്രളയം എന്ന് പറഞ്ഞാൽ പ്രകർഷേണയുള്ള ലയം. പ്രകർഷേണ ലയം എന്ന് പറഞ്ഞാൽ സ്ഥൂലം സൂക്ഷ്മമാവും, സൂക്ഷ്മം സ്ഥൂലമാവും. ബാല്യം മരിക്കും, കൗമാരം ജനിക്കും, കൗമാരം മരിക്കും, യൗവനം ജനിക്കും, യൗവനം മരിക്കും, വാർദ്ധക്യം ജനിക്കും, വാർദ്ധക്യം മരിക്കും, മറ്റൊരു യൗവനം ശിശുത്വം ജനിക്കും. ഇങ്ങനെ ചക്രത്തിലൂടെ കടന്നു. ഇതിനെ പറയും കാലചക്രം എന്ന് പറയും. അതുകൊണ്ടാണ് ചെറിയ കുട്ടിയായിരിക്കുന്ന ആള് വൃദ്ധനായി കഴിഞ്ഞാൽ ആ കുട്ടിയുടെ എല്ലാ സ്വഭാവവും വൃദ്ധനുണ്ടാവും. അതുകൊണ്ട് പറയും മുത്തശ്ശൻ ഇപ്പൊ കുട്ടികളെ പോലെയാണെന്ന്. ഒന്ന് പല്ലില്ല, രണ്ടാമത് കുട്ടിയും ഇങ്ങനെ നടക്കാൻ വടി പിടിക്കും, മുത്തച്ഛനും ഒരു വടി പിടിക്കും. മുത്തച്ഛനും ലിക്വിഡ് ഭക്ഷണേ പറ്റുള്ളൂ, കുട്ടിക്കും ലിക്വിഡ് ഭക്ഷണേ പറ്റുള്ളൂ. മുത്തച്ഛനും പറയുന്നതിന് ഒരു ഉറപ്പില്ല, കുട്ടിക്ക് എന്തൊക്കെയാ പറയുന്ന ഒരു ഉറപ്പില്ല. എല്ലാം അതുപോലെ തീരും. അങ്ങനെ ചക്രത്തിലൂടെ ഇങ്ങനെ കറങ്ങണു നമ്മൾ പ്രിയാണ്. അങ്ങനെ കാലചക്രത്തിലൂടെ കറങ്ങുമ്പോൾ അതിലൂടെ കറങ്ങാതിരിക്കാൻ ഒരു ചക്രമുണ്ട്, ഒരു സത്യമുണ്ട്. അതാണ് പ്രളയങ്ങളിൽ വെച്ച് 4ാമത്തെ പ്രളയമായ ബ്രഹ്മപ്രളയം. ഈശ്വര സ്മരണയിൽ ജീവിക്കുന്നവര്, ഈശ്വര സത്യത്തിലേക്ക് മനസ്സിനെ ഉയരുന്നവര്, അവർക്കൊരിക്കലും കാലത്തിന്റെ പരീക്ഷണങ്ങൾ
അവരെ അലട്ടില്ല എന്ന് പറയാണ്. അവർ ഈശ്വര ശക്തിയിലേക്ക് ഉണർന്നവരായിരിക്കും എന്ന് ഈ കഥയിലൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അതിനുശേഷം 5-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ ബ്രഹ്മോപദേശം എന്ന് പറയുന്ന ഉപദേശം കൊടുക്കും. ബ്രഹ്മോപദേശം എന്നാൽ അവസാനം ശ്രീശുക ബ്രഹ്മർഷി കൊടുക്കുന്ന ഉപദേശമാണ്. 12 ശ്ലോകങ്ങളിലൂടെ ബ്രഹ്മോപദേശം പറയാണ്. മഹാത്മാവേ, രാജാവേ, പരീക്ഷിത്ത് രാജാവേ, ഒരു പരമാർത്ഥം അങ്ങ് മനസ്സിലാക്കേണ്ടത് ജനിക്കുക മരിക്കുക എന്നത് ശരീരധർമ്മവും ജനനമെടുക്കുന്നതും ജീവിക്കുന്നതും മരിച്ചാലും അവശേഷിക്കുന്നതും മനസ്സാണ് എന്ന് പറയണം. ഇപ്രകാരം ഈ മനസ്സിനെ മനസ്സിലാക്കി അങ്ങ് ജീവിക്കണം. എന്നിട്ട് എന്തു വേണം? ആ മനസ്സിനെ വാസുദേവാനു ചിന്തയ, വാസുദേവ പ്രേമത്തിലേക്ക് ഉയർത്തണം. അങ്ങനെ അവസാനം ഉറപ്പിക്കണം, അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പരം ഏവം സമീക്ഷ്യമാത്മാനം ആത്മന്യാതായ നിഷ്കളെ. പ്രേമത്തോടുകൂടിയിട്ട് ഭഗവത് സ്മരണയിൽ, പ്രേമത്തോടുകൂടിയിട്ട് ഭഗവത് ചിന്തനത്തിൽ ജീവിക്കൂ രാജൻ എന്ന് പറയണം. അപ്പോ അത് വിട്ടാ ബാക്കി എന്തുണ്ടായിട്ടും കാര്യമില്ല. ഒരാൾക്ക് കണ്ണ് കാണാൻ വയ്യാത്ത പ്രശ്നം വന്നു, തീരെ കാണില്ല, എന്ത് നോക്കിയാലും കാണില്ല. അവസാനം ഇയാളുടെ ഭാര്യ ഇയാളെ പിടിച്ച് ഹോസ്പിറ്റലിൽ കൊണ്ട് ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത്. അപ്പൊ അദ്ദേഹം പറഞ്ഞു, കണ്ണട വെക്കേണ്ട കേസാണ്, ഇയാളുടെ കാഴ്ചശക്തി എത്ര ഉണ്ടെന്ന് നോക്കണം, എന്നാലേ ശരിയാവുള്ളൂ. അപ്പം നമ്മുടെ ഡോക്ടർമാർ കാഴ്ചശക്തി പരീക്ഷിക്കാൻ എന്താ ചെയ്യുക? ആൽഫബറ്റൊക്കെ പുറത്തെഴുതി വയ്ക്കും. എന്നിട്ട് മുന്നിൽ കണ്ണാടി വെച്ചിട്ട് നമ്മൾ നോക്കി പറയണം ഏതാണ് ആൽഫബറ്റ് എന്ന്. അപ്പൊ അദ്ദേഹം ഏറ്റവും ചെറിയ ആൽഫബറ്റ് കാണിച്ചു കൊടുത്തു. കാണുന്നുണ്ടോ ചോദിച്ചു. കാണുന്നില്ല എന്ന്. ഡോക്ടർക്ക് മനസ്സിലായി സീരിയസ് ആണ് കേസ് എന്ന്. അതിനേക്കാളും വലിയ ലെറ്റർ വെച്ച് നോക്കി. കാണുന്നുണ്ടോ ചോദിച്ചു. ഇല്ല ഡോക്ടർ എന്ന് പറഞ്ഞു. അതിനേക്കാളും വലിയ ലെറ്റർ വെച്ച് നോക്കി. കാണുന്നുണ്ടോ ചോദിച്ചു. ഇല്ല പറഞ്ഞു. ഇങ്ങനെ ഒരു 10-20 ലെറ്റർ വെച്ചു. അദ്ദേഹത്തിന്റെ ഓഫീസിലുണ്ടായിരുന്ന ലെറ്ററിൽ വെച്ച് വലിയ ലെറ്റർ വെച്ച് നോക്കി. കാണുന്നുണ്ടോ ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറയാണ്, ഈ ഭാഷ എനിക്ക് അറിയില്ല എന്ന്. 1.5 മണിക്കൂർ സമയമെടുത്തിട്ട് ഈ ലെറ്ററൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അയാൾ പറയാണ്, ഈ ഭാഷ എനിക്കറിയില്ല. അപ്പൊ അയാൾക്ക് ഇംഗ്ലീഷേ അറിയില്ല. അയാളോടാണ് എ കാണിച്ചിട്ട്, എ മനസ്സിലാവുണ്ടോ, ബി മനസ്സിലാവുണ്ടോ, സി മനസ്സിലാവുണ്ടോ, ഡി മനസ്സിലാവുണ്ടോ. ഡോക്ടർക്ക് അപ്പോഴാ തിരിച്ചറിവുണ്ടായത്, 1.5 മണിക്കൂർ ഞാൻ കളഞ്ഞു വിളിച്ചില്ലേ എന്ന്. ഇതുപോലെ ഭക്തിയില്ലാതെ എന്തുണ്ടായിട്ടും കാര്യമില്ല. ബാക്കിയൊക്കെ നമുക്ക് നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ്. പക്ഷെ ഭക്തി ഉണ്ടാക്കിയെടുക്കാൻ പ്രയാസമാണ്. ഒരിക്കലുണ്ടാക്കിയാൽ അതൊരിക്കലും നഷ്ടപ്പെടില്ല എന്നുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞ് അവസാനം ഭാഗവതത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് കിടക്കുകയാണ്. പരീക്ഷിത്ത് രാജാവിനോട് ചോദിക്കണോ, ഇനി അങ്ങയ്ക്ക് വല്ലതും കേൾക്കാനും അറിയാനും ഉണ്ടോ? ഇപ്പൊ 7 ദിവസം ഭാഗവതം കേട്ടില്ലേ, ഇനി തക്ഷകൻ എന്ന് പറയുന്ന പാമ്പുകളുടെ രാജാവ് മുന്നിൽ വന്ന് നിന്ന് അങ്ങയെ ആഞ്ഞു കൊത്തുമ്പോ അങ്ങയ്ക്ക് പേടിയുണ്ടാവും, അങ്ങ് അവിടുന്ന് ഓടുമെന്ന് ചോദിക്കുകയാണ്. ഉടനെ പറയുന്നു, മഹാത്മാവേ, അവിടുത്തെ കാരുണ്യം കൊണ്ട്, അനുഗ്രഹം കൊണ്ട് എന്റെ ജീവിതം ധന്യമായി. ഇനി തക്ഷകനെ എന്നല്ല മൃത്യുവിനെ പോലും പേടിയില്ല എന്ന് 6-ാമത്തെ അധ്യായത്തിൽ വെളിപ്പെടുത്തുകയാണ്. ഭഗവൻ തക്ഷകാദിഭ്യോ മൃത്യുഭ്യോ ന ബിഭേമ്യഹം പ്രവിഷ്ടോ ബ്രഹ്മനിർവാണം അഭയം ദർശിതം ത്വയാ. അവിടുന്ന് എനിക്ക് കാണിച്ചു തന്ന അഭയാവസ്ഥയിലേക്ക് ഉയരാൻ എനിക്ക് സാധിച്ചു. എനിക്ക് മൃത്യുവിനെയോ തക്ഷകനെയോ അല്പം പോലും പേടിയില്ല. ഞാൻ ഇപ്പോൾ ഏതവസ്ഥയിലിരിക്കണോ ചോദിച്ചു കഴിഞ്ഞാൽ, അജ്ഞാനം ച നിരസ്തന്നെ ജ്ഞാനവിജ്ഞാനനിഷ്ഠയാൻ ഭവതാ ദർശിതം ക്ഷേമം പരം ഭഗവതപദം. ഞാൻ ഭഗവത് പദത്തെ കൈവരിച്ചിരിക്കണോ എന്ന് ധൈര്യമായിട്ട് പറയാൻ പരീക്ഷിത്ത് രാജാവിന് സാധിച്ചു. 7 ദിവസം ഭാഗവതം കേട്ടപ്പോ ദുർബലമായ മനസ്സ്, ഭയത്താൽ തളർന്ന മനസ്സ് ഇന്നിതാ അഭയത്താൽ ഉയർന്നിരിക്കുന്നു. എങ്ങനെ കിട്ടി? ദർശിതം, ഞാൻ ദർശിച്ചിരിക്കുന്നു. ക്ഷേമം കൈവരിച്ചിരിക്കണോ? ഏതാണ് ആ ക്ഷേമം? ഭഗവതപദം. എന്റെ മനസ്സിപ്പോൾ പ്രേമത്തോടുകൂടി ഭഗവത് പദത്തെ കാണുന്നു. വേറെ ഒന്നും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ആ പരീക്ഷിത്ത് രാജാവ് കണ്ണുകൾ അടച്ചു എന്നാണ്. ശ്രീശുക ബ്രഹ്മർഷിക്ക് വളരെ സന്തോഷമായി. അദ്ദേഹം അവിടെ നിന്ന് നടന്നു നീങ്ങി 7 ദിവസം ഭാഗവതമൊക്കെ പറഞ്ഞുകൊടുത്ത് ധന്യനായിട്ട് പരീക്ഷത്തിന്റെ മുന്നിൽ നിന്ന് ശ്രീശുക ബ്രഹ്മർഷി അകന്നുപോയപ്പോ അവിടേക്ക് തക്ഷകൻ കടന്നു വരികയാണ്. പാമ്പുകളുടെ രാജാവായ തക്ഷകൻ. ഇദ്ദേഹത്തെ കൊത്തണം ഋഷിയുടെ വാക്കുകളാണ്, ഋഷി ശാപമാണ്. അങ്ങോട്ട് കടന്നു വരുമ്പോൾ വഴിയിൽ വെച്ച് കശ്യപൻ എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടി. ഈ കശ്യപനോട് ചോദിക്കുകയാണ്, താൻ എങ്ങോട്ടാ പോകുന്നതെന്ന്. പറഞ്ഞു, രാജാവിനെ ഇന്ന് ഒരു പാമ്പ് കടിച്ച് കൊല്ലും, അപ്പൊ വിഷം ഇറക്കാൻ വേണ്ടി പോവുകയാണെന്ന്. ഇത് കേട്ടപ്പോ തക്ഷകൻ മറ്റൊരു രൂപത്തിലാ പോകുന്നത്. പറഞ്ഞു, ഞാനാണ് ആ തക്ഷകൻ, നിനക്ക് തക്ഷകന്റെ വിഷം ഇറക്കാനുള്ള കഴിവും സിദ്ധികളൊക്കെ ഉണ്ടോന്ന്. പറഞ്ഞു, നിന്നേക്കാളും വലിയവന്റെ വിഷം ഞാൻ ഇറക്കും, നിനക്ക് അത്ര കഴിവും ശക്തി ഉണ്ടെങ്കിൽ ഈ ആൽവൃക്ഷത്തെ ഒന്ന് കൊത്തുവന്നു. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന ആൽവൃക്ഷത്തെ തക്ഷകൻ ആഞ്ഞു കൊത്തി എന്നാണ്.
ആ നിമിഷം അത് കരിഞ്ഞുണങ്ങി. മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് തീർത്ഥമെടുത്ത വൃക്ഷത്തിൽ തളിച്ചപ്പോ അത് പൂർവാധികം പച്ച പിടിച്ചു വന്നപ്പോ തക്ഷകൻ പോലും പേടിച്ചുപോയി. ആ ബ്രാഹ്മണന് കുറെ സമ്പത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഋഷിയുടെ വാക്കുകൾ നുണയായി തീരാൻ പാടില്ല, അങ്ങ് പോവണമെന്ന്. അങ്ങനെ ആ കാലഘട്ടത്തിൽ പോലും വിഷമിറക്കാൻ കഴിവുള്ള ശക്തന്മാർ ജീവിച്ചിരുന്നു എന്നും രാജാവ് ആ പരിഹാരമല്ല തേടിയതെന്നും അദ്ദേഹം തക്ഷകനിൽ നിന്നുള്ള രക്ഷയല്ല തേടിയതെന്നും മരണത്തിന് പോലും തന്നെ തോൽപ്പിക്കാൻ പറ്റരുതെന്ന് കരുതി മരണത്തെ പോലും അഭിമുഖീകരിക്കാനുള്ള ശക്തി കൈവരിച്ചു എന്നും ഭാഗവതം പറഞ്ഞു തരികയാണ്. ഇപ്രകാരം തക്ഷകൻ അങ്ങോട്ട് വരുന്നു. അതിനു മുമ്പ് തന്നെ ഗംഗാതീരത്തേക്ക് മുഖം തിരിച്ച് ധ്യാനനിരതനായ രാജാവ് തക്ഷകൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ ശരീരം വസ്ത്രത്തെ പോലെ കണ്ട് ഉപേക്ഷിച്ചു കളഞ്ഞു പറയണം. അദ്ദേഹം എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞു. ആ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ മനസ്സിനെ അദ്ദേഹത്തിന് ഉയർത്താൻ സാധിച്ചു. ശവമായി തീർന്ന, ജഡമായി തീർന്ന ശരീരത്തെ കൊത്താനേ തക്ഷകന് സാധിച്ചുള്ളൂ. ഈ ഒരു സമയത്ത് ശരീരം കത്തിക്കരിയുന്നു. ദേവന്മാര് പുഷ്പവൃഷ്ടി നടത്തിയെന്ന് ഭാഗവതം പറയാണ്. അങ്ങനെ 7 ദിവസം കൊണ്ട് ഭാഗവതം കേട്ട് ദുഃഖത്തിൽ നിന്നും ഭയത്തിൽ നിന്നും അവശതയിൽ നിന്നും മുക്തനായ ആളാണ് പരീക്ഷിത്ത് രാജാവ്. അതിനുശേഷം പിന്നീട് കഥ കഴിഞ്ഞു. ആ കഥയ്ക്ക് ശേഷം പിന്നീട് പരീക്ഷിത്ത് രാജാവിന്റെ പുത്രൻ ജനമേജയൻ സർപ്പയാഗം ചെയ്യുന്നു. തന്റെ അച്ഛനെ വധിച്ചത്, കൊന്നത് തക്ഷകനാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് അദ്ദേഹം സർപ്പയാഗം ചെയ്തു. കുറെ പാമ്പുകളെയൊക്കെ ഹോമാഗ്നിയിലിട്ട് ചുട്ടുകരിച്ചു. ആ സമയത്ത് അവിടെ ഒരു ബ്രാഹ്മണൻ വന്നിട്ട് പറയും, അങ്ങ് സർപ്പയാഗം നിർത്തിവെക്കണം, തക്ഷകനെ കൊന്നതുകൊണ്ട് ഒരു പ്രതിവിധിയില്ല. അച്ഛൻ തക്ഷകന്റെ പിടി ഇതുകൊണ്ടല്ല മരിച്ചത്, അച്ഛൻ മരിക്കല്ല ചെയ്തത്, ജീവൻ മുക്തനായി തീരുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് പിന്തിരിപ്പിച്ചു എന്നും പറഞ്ഞ് ഈ ഭാഗവതം ഉപസംഹരിപ്പിക്കുകയാണ്. ഇതിന്റെ അവസാന ഭാഗത്ത് ശൗനകാദി ഋഷീശ്വരന്മാര് മാർക്കണ്ഡേയ ഋഷിയുടെ കഥ ചോദിക്കുകയാണ്. എങ്ങനെയാണ് മാർക്കണ്ഡേയ ഋഷി ചിരഞ്ജീവിയായി തീർന്നതെന്ന് പറഞ്ഞു. അദ്ദേഹം മായ എന്ന ശക്തി കാണാൻ ഭഗവാനോട് വരം ചോദിച്ചു എന്നും അങ്ങനെ ഒരിക്കൽ ഇദ്ദേഹത്തിന് മായാനുഭവം ഉണ്ടാവുകയാണ്. സന്ധ്യാസമയത്ത് ആശ്രമത്തിൽ ധ്യാനനിരതനായിട്ടിരുന്നപ്പോ അദ്ദേഹം ഇങ്ങനെ സുനാമി വരുന്നത് കണ്ടു എന്നാണ്. എന്ന് വെച്ചാൽ പ്രളയം വരുന്നത് കണ്ടു. എവിടെ നോക്കിയാലും കടൽ വെള്ളം കയറി 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 വന്ന് തന്റെ ആശ്രമം വെള്ളത്തിലേക്ക് പോകുന്നു, എല്ലാം വെള്ളത്തിലേക്ക് പോകുന്നു. താനും വെള്ളത്തിലേക്ക് പോകുമ്പോ ശക്തിയിൽ ആ തിരമാലകളിൽ നീന്തി പുറത്തേക്ക് വരാൻ നോക്കുമ്പോണ്ട് ഒരു ദൂരെ ഒരു മലയുടെ മുകളിൽ ഒരു ആൽവൃക്ഷവും ആ ആൽവൃക്ഷത്തിന്റെ കൊമ്പിൽ ഒരു ഉണ്ണി തന്റെ വിരലുകൾ പിടിച്ചുകൊണ്ട് ആ വിരലുകൾ ഇങ്ങനെ കുടിക്കുന്ന ഒരു രംഗം. ആ ഉണ്ണിയിലേക്ക് ആകർഷിതനായിട്ട് അദ്ദേഹം നീന്തി അങ്ങോട്ട് എത്തുന്നതും ഏതോ ഒരു ശക്തിയായിട്ടുള്ള കാറ്റിന്റെ പ്രഹരത്താൽ അദ്ദേഹം ഏതോ ഒരു ലോകത്തിലെത്തുന്നതും പിന്നെ അവിടുന്ന് തിരിച്ചു വരുന്നതും അങ്ങനെ ആ ഉണ്ണിയെ കാണുന്നതും ഉണ്ണിയുടെ കാല് പിടിക്കാൻ നേരത്ത് ഇദ്ദേഹം ഉണർന്നു നോക്കുമ്പോ പ്രളയവുമില്ല, ആലുമില്ല, ഒന്നുമില്ല, വെറും മനസ്സിന്റെ വിഭ്രാന്തിയായിരുന്നു എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. പക്ഷെ ആ ചിത്രം അദ്ദേഹത്തിന്റെ ഉള്ളിൽ മറയാതെ നിന്നു എന്നാണ്. ഏതാണ് ചിത്രം? കരാരവിന്ദേന പദാരവിന്ദം മുഖാരവിന്ദേ വിനിവേശയന്തം വടസ്യ പത്രസ്യ പുടേശയാനം ബാലം മുകുന്ദം മനസാ സ്മരാമി. ഈ ചിത്രം നമ്മുടെ മനസ്സിലും ഉണ്ടാവണം. ആൽവൃക്ഷത്തിന്റെ ഇലയിൽ ഒരു മുകുന്ദൻ ഇരുന്ന് തന്റെ പെരുവിരൽ കുടിക്കുന്നു. എന്താണ് ഈ ആൽവൃക്ഷം എന്ന് പറഞ്ഞാൽ ആശ്വത്വ. ഇതാണ് ആൽവൃക്ഷത്തിന്റെ പേര്, അശ്വത്ഥം. ആ ശബ്ദങ്ങൾക്കൊക്കെ അർത്ഥമുണ്ട്. ആ എന്ന് പറഞ്ഞാൽ ഇല്ലാത്തത്, നിലനിൽക്കാത്തത് എന്നർത്ഥം. ശ്വ എന്ന് പറഞ്ഞാൽ നാളേക്ക്, ത്വെന്ന് പറഞ്ഞാൽ ഇന്നത്തെ പോലെ. ഇന്നത്തെ പോലെ നാളെ എന്ത് നിലനിൽക്കുന്നില്ലയോ അതാണ് അശ്വത്ഥം എന്ന് വെച്ചാൽ ഈ ശരീരത്തെയാണ് അശ്വത്ഥം എന്ന് വിളിക്കുന്നത്. ഭഗവത്ഗീതയുടെ 15-ാം അധ്യായം എടുത്താൽ അശ്വത്ഥവൃക്ഷത്തിൽ നിന്നാണ് ഭഗവാൻ ആരംഭിക്കുന്നത്. ഊർധ്വമൂലമതശാകം അശ്വത്ഥം പ്രാഹുരവ്യം ചന്താംസി യസ്യ പർണാനി യസ്തം വേദസ വേദവിത്ത് എന്ന് തുടങ്ങിയിട്ട് വിസ്തരിക്കുകയാണ് ഭഗവാൻ. അപ്പോ ഈ ശരീരം അശ്വത്ഥമാണ് എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ നാളെ അതിന് നിലനിൽക്കാൻ സാധ്യമല്ല. മെഡിക്കൽ സയൻസ് തന്നെ പറയുന്നു 7 വർഷമാകുമ്പോഴേക്കും നമ്മുടെ പഴയ സെല്ലുകളൊക്കെ മരിച്ചിരിക്കുന്നതാണ്. അപ്പൊ ഓരോ ദിവസവും ശരീരത്തിന്റെ സെല്ലുകൾ ജനിച്ചും മരിച്ചും പോകുന്നു എന്നാണ്. അങ്ങനെ മാറുന്ന ഈ വൃക്ഷത്തിൽ ഒരു അരയാലിലയുണ്ട്. അതേതാണ്? നമ്മുടെ മനസ്സ് തന്നെ, എപ്പോഴും ഇളകിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലമായിരിക്കുന്ന മനസ്സ്. ആ മനസ്സിനെ ഇളക്കുന്നതാരാണ്? പറയുന്നു ബാലം മുകുന്ദം മനസാ സ്മരാമി. ആ മനസ്സിനെ മനസ്സാക്കി മാറ്റുന്ന, ഇളക്കുന്നത്
ഒരു മുകുന്ദനാണെന്ന് മനസ്സിലാക്കി ആ മനസ്സിലുള്ള മുകുന്ദനെ പ്രേമത്തോടുകൂടി സ്മരിക്കൂ എന്ന് ഭാഗവതം ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ ആ മാർക്കണ്ഡേയ ഋഷിയെ അനുഗ്രഹിക്കാനായിട്ട് പരമശിവൻ അവിടെ എത്തിച്ചേരുന്നു. പരമശിവനെ സ്തുതിച്ച് നമസ്കരിച്ചപ്പോൾ വളരെ പ്രീതനായ പരമശിവൻ അദ്ദേഹത്തിന് ഒരു വരം കൊടുക്കുകയാണ്. എന്തു വേണമെങ്കിലും ചോദിച്ചോളുന്നു. അപ്പൊ അദ്ദേഹം ചോദിക്കുന്ന വരം, വരമേകം വൃണീതാവി പൂർണ്ണാൽ കാമാവിവർഷണാൽ ഭഗവത്യച്യുതാം ഭക്തിം തൽപരേഷു തഥാത്വയി. എനിക്കൊരു വരം തരൂ. എന്താണത്? അച്യുതനിൽ ദൃഢമായ ഭക്തി തരൂ, അച്യുതമായ ഭക്തി തരൂ, ചുതിയില്ലാത്ത ഭക്തി തരൂ. അതേ ഭക്തി എല്ലാവരിലും തരൂ എന്നാണ്. ഭഗവാന്മാരിലും അതേ ഭക്തി ഉണ്ടാവട്ടെ, എല്ലാവരിലും അതേ ഭക്തി എനിക്കുണ്ടാവട്ടെ എന്നാണ്. അങ്ങനെ ദൃഢമായ ഭക്തി ചോദിച്ചുകൊണ്ട് ആ മഹർഷി ഭഗവാനെ നമസ്കരിച്ചപ്പോ പുരാണങ്ങളുടെ ആചാര്യനായി തീരട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു എന്നാണ്. ഭാഗവതത്തിന്റെ അവസാന ഭാഗങ്ങളിൽ പോലും പരമശിവനും വിഷ്ണുവും ഒന്നും വേറെയല്ല എന്നും ഒരേ ശക്തിസ്വരൂപന്മാരാണെന്നും വിഷ്ണുവിനെ കൃഷ്ണനെ സ്മരിക്കുന്നത് തന്നെയാണ് ശിവനെ സ്മരിക്കുന്നതെന്നൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. ഇത് പറഞ്ഞ് അങ്ങനെ ഈ ഭാഗം ഉപസംഹരിപ്പിക്കുന്നു. പിന്നെ 11ാമത്തെ അധ്യായത്തിൽ ഭാഗവതത്തിൽ ഈ വേദങ്ങളെക്കുറിച്ചും പിന്നീട് വന്ന ഇതിഹാസങ്ങളെക്കുറിച്ചും പുരാണങ്ങളെയൊക്കെ സംഗ്രഹിച്ച് പറഞ്ഞതിന് ശേഷം ഇനി 12ാം അധ്യായത്തിൽ ഭാഗവതം ഇത്രയും നേരം പറഞ്ഞതിനെ മുഴുവൻ സംഗ്രഹിക്കുകയാണ്. ഭാഗവത സപ്താഹം ഉപസംഹരിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ഈ 12ാം അധ്യായം എല്ലാവരും വായിക്കണമെന്നാണ്. നമുക്ക് സമയക്കുറവ് കാരണം ഇത്തിരി വേഗതയിൽ വായിക്കാം. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ 11 വായിച്ചിട്ടില്ല, അത് വായിച്ചിട്ട് 12ാം അധ്യായം വായിക്കും. എല്ലാവരും നിശബ്ദരായിട്ട്. ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഏകാദശോധ്യായം.